അവിടുന്ന് ഒരു അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അട്രാക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് ദെയർ കംഫർട്ട് ടു എക്സൈറ്റ്മെൻറ്റ്. അവരുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് അവർക്ക് കുറച്ചും കൂടെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്ന ഒരു ബിഹേവിയർ ഷിഫ്റ്റ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. സോ നമ്മൾ ഒരാളുമായിട്ട് കൂടുതലായിട്ട് സംസാരിച്ച് വരുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ മൈൻഡിൽ ഒരു അട്രാക്ഷൻ ക്രിയേറ്റ് ആയെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും വളരെ വിസിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ പ്യൂപ്പിൾസിലുണ്ടാകുന്ന ഡയലേഷൻ. അതായത് അവർ ഇമോഷണലി അറൗസ്ഡ് ആവുന്ന സമയത്ത് നമ്മൾ ഏതൊരു വ്യക്തിയാണെങ്കിലും അട്രാക്ഷൻ അല്ലെങ്കിൽ ഫിയർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് നമ്മുടെ പ്യൂപ്പിൾസിൽ ഒരു ഡയലേഷൻ ഉണ്ടാവും. പക്ഷേ ഇത് വളരെ ഡിഫിക്കൽട്ടാണ് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട്. പക്ഷേ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിസിയോളജിക്കൽ റെസ്പോൺസാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ ജസ്റ്റേഴ്സ് ഒരുപാട് യൂസ് ചെയ്യാൻ തുടങ്ങും. അതായത് അവരൊരു ഗാർഡഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്ങിൽ നിന്ന് ഒരു എൻഗേജ്മെൻറ്റ് വളരെ കൂടുതലായിട്ട് എൻഗേജ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ എൻഗേജ്മെൻറ്റ് കൂടുതലായിട്ട് വരുന്ന അവരുടെ എക്സൈറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ എക്സൈറ്റഡ് ആയിക്കഴിഞ്ഞാൽ അവരുടെ ഗാർഡിങ് മെൻറ്റാലിറ്റി, അതായത് കോൺഷ്യസ് ആയിട്ട് ഓക്കെ ഇത് പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കൺട്രോൾഡ് ആയിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ മറക്കും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇമോഷണലായിട്ട് അറൗസൽ ഉണ്ടാകുമ്പോൾ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന ഡിപ്രഷനാണ്.